അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശുദ്ധ റമളാനിൽ ജനങ്ങളെ പല കാറ്റഗറിയിലും നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആളുകൾ അവർ എത്ര ഇബാദത്തെടുത്താലും പോരാ 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 ഇനിയും വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ്. നാട്ടിലെ പള്ളിയിൽ നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും കുറേ കൂടി ഡെവലപ്പ് വേണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ എന്ന് കരുതിയിട്ട് ഹാഫിളുള്ള പള്ളി അന്വേഷിച്ച് പോകും. നോളജ് സിറ്റിയിലോ മഹദിനിലോ അതല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും പള്ളിയിലൊക്കെ പോയി ഫുൾ ടൈം ഇത്തിക്കാഫിരിക്കുക, ഹാഫിളിൻ്റെ പിന്നിൽ വെച്ച് ഖത്മ് പൂർത്തിയാക്കുക. അങ്ങനെ ഇബാദത്ത് എത്രയും കൂടുതൽ ചെയ്യണമെന്നുള്ള ഒരു ത്വര, ഒരു ജിജ്ഞാസ, ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഭാഗം ആളുകൾ. വേറെ വിഭാഗം ആളുകൾ അവർ നാട്ടിലെ പള്ളിയിലെ ഇബാദത്ത് തന്നെ അവർക്ക് അധികമാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ കൂടാതെ 9:30 തറാവീ കഴിയുന്ന പള്ളിയാണെങ്കിൽ 9:20 ആകുമ്പോഴേക്ക് കഴിയുന്ന പള്ളി എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലാഭത്തിന് വേണ്ടി മറ്റുള്ള പള്ളി അന്വേഷിച്ച് പോകുന്ന ആളുകൾ. എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ഇബാദത്തിൻ്റെ കൂടുതലാണെന്നാണ് അവരുടെ അഭിപ്രായം. പോരാ എന്നല്ല, അധികമായിപ്പോയി. വേറെ വിഭാഗം ആളുകൾ നാട്ടിലെ പള്ളിയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവർ, ആവറേജ് അങ്ങനെ പോകുന്നവരുണ്ടാവും. വേറെ വിഭാഗം ആളുകൾ അവർ തീരെ പള്ളിയിൽ തന്നെ വരുന്നില്ല. അവരെവിടെയാണ് കുൽക്കി സർബത്തുള്ളത്, എവിടെയാണ് ഫെസ്റ്റ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അതന്വേഷിച്ച് അങ്ങനെ അലഞ്ഞ നടക്കുന്ന വിഭാഗവുമുണ്ട്. ഇതിലേതൊരു കാറ്റഗറിയിലാണ് നാം പെടേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്പർ 1 കാറ്റഗറി ആയിരുന്നു. പാതിരാക്ക് നിസ്കരിച്ച് ഇനിയും പോരാ പോരാ എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണല്ലോ കാല് നേരുകെട്ടി വീർക്കുന്നൊരവസ്ഥയുണ്ടായത്. പ്രിയ പത്നി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പോരെ? അത് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. ഒരു പാപവും ഇല്ലല്ലോ നിങ്ങൾക്ക്, എല്ലാ പാപവും എല്ലാം അള്ളാഹു ശുദ്ധീകരിച്ചതല്ലേ, പുറത്തതല്ലേ, പിന്നെ എന്തിന് ഇങ്ങനെ പ്രയാസപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അഫലാകൂന അബ്ദൻ ശക്കൂറ, അള്ളാഹുവിന് നന്ദി അത് പോരാ എന്നുള്ളൊരു തോന്നലായിരുന്നു. ആ ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. ഒരു സാബി പറയുന്നുണ്ട്, നബിതങ്ങളുടെ പുറകിൽ വെച്ച് ഞാൻ നിസ്കരിച്ചു. നബിതങ്ങൾ അൽബക്കറയാണ് ഓതിയത്, അലംതറ കൈഫ അല്ല. ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽബക്കറ ഓതി. അത് കഴിഞ്ഞാൽ റുക്കൂവിലേക്ക് പോകുമെന്ന് ഞാൻ കരുതി. പക്ഷേ നെക്സ്റ്റ് ചാപ്റ്റർ ആൽ ഇമ്രാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ റുക്കൂവിലേക്ക് പോകുമെന്ന് കരുതി. നെക്സ്റ്റ് ചാപ്റ്റർ അന്നിസാ. അങ്ങനെ സുദീർഘമായ പാരായണം. അവസാനം ആ സ്വഹാബി പറയുന്നത് കാണാം, ലഖദ് ഹമംതു ബി അംരിൻ സൂയിൻ. ഞാനൊരു മോശമായ കാര്യം ചിന്തിച്ചു പോയി, എൻ്റെ മനസ്സിൽ വന്നു. എന്താണെന്നറിയോ? ഞാൻ കൈ കഴിച്ചിട്ട് മെല്ലെ മുങ്ങിയാലോ എന്ന് പോലും കരുതിപ്പോയി. അത്രയും ദൈർഘ്യമായിരുന്നു ആ നിസ്കാരം. അതാണ് എത്ര ഇബാദത്ത് ചെയ്താലും പോരാ പോരാ എന്നുള്ള അതിൻ്റെ ആ സ്വീറ്റ്, അതിൻ്റെ ആ മാധുര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഇബാദത്താണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളെ കളിക്കാനും ചിരിക്കാനും ഒക്കെ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആളുകളുണ്ടാവും. കുൽക്ക് സർബത്ത് എവിടെയാണുള്ളത്, എവിടെയാണ് സോഡയുള്ളത്, എവിടെയാണ് ഉപ്പിലിട്ടത്, എവിടെയാണ് അതേ പ്രകാരം തന്നെ ഐസ്ക്രീം ഉള്ളത്, അതിൻ്റെ പിന്നാലെയൊക്കെ പോകാനും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനും ആളുകൾ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഖബറിലേക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരാരും, ആ കൂട്ടുകാരൊന്നും ആ ഫ്രണ്ട്സൊന്നും നമ്മുടെ ഖബറിലേക്ക് വരില്ല. അവരൊക്കെ ഖബറിൻ്റെ അടുത്ത് വരെ വരും, പിന്നെ അവരൊക്കെ പിരിഞ്ഞു പോകും. നമ്മുടെ ഖബറിൽ നമ്മളും നമ്മുടെ ഇബാദത്തും. ഇതാ മാത്തൽ ഇൻസാനു യംഖത്താമലു ഇല്ലാ മിൻ സലാസ്. മരിച്ചാലെല്ലാം ക്ലോസായി, എല്ലാം ബ്ലോക്കായി, 3 ഒഴികെ. അതിൽപ്പെട്ടാണ് അമലു സ്വാലി, സൽക്കർമ്മങ്ങൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. അതാണ് നമ്മുടെ കൂട്ടിനുണ്ടാവുക എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ഒരു അവയർ നമുക്കുണ്ടാവുകയും കാര്യബോധത്തോടു കൂടെ വരും ദിനങ്ങൾ, ലൈലത്തുൽ ഖദ്ർ പോലത്തെ മഹത്തായ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നാം മുന്നോട്ട് വരികയും വേണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.